trouble in a mess. You've been walk on the water. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുമസും തിരഞ്ഞെടുപ്പുകളും. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം കാണുന്നത് രണ്ട് ജീവിതങ്ങളെ, ശിമയോൻ്റെയും അന്നയുടെയും. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നത് വരെ മരിക്കുകയില്ലെന്ന പരിശുദ്ധാത്മാവിനാൽ വെളിപാട് കിട്ടിയ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ദേവാലയത്തിലേക്ക് വന്ന ശിമയോനും വയസ്സ് ഏറെ ആയെങ്കിലും ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞ അന്നയും തിരഞ്ഞെടുത്തത് ഒന്നു തന്നെയാണ്, അത് ദേവാലയം. ഈ ദേവാലയത്തെ തിരഞ്ഞെടുക്കാൻ അവർ തയ്യാറായപ്പോൾ യേശുവിനെ സ്വന്തമാക്കാനായിട്ട് അവർക്ക് സാധിച്ചുവെന്ന് വചനം നമ്മെ കാണിച്ചു തരുന്നുണ്ട്. ഇന്ന് ആളുകളൊക്കെ ദേവാലയത്തിലേക്കുള്ള വഴികളൊക്കെ മറന്നു തുടങ്ങുന്ന, കോവിഡ് കാലത്ത് ശീലമാക്കിയ ഓൺലൈൻ കുർബാന തുടർന്നു കൊണ്ടുപോകുന്നവരും ഞായറാഴ്ച കുർബാന പോലും മുടക്കിയാൽ യാതൊരു കുഴപ്പമില്ല ധാരണയിൽ ജീവിക്കുന്നവരും ഇന്ന് നമ്മുടെ ഇടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് അപ്പൻ്റെയും അമ്മയുടെയും കൈപിടിച്ച് ആദ്യമായിട്ട് ദേവാലയത്തിൽ വന്നപ്പോൾ ഉണ്ടായ സന്തോഷവും ആകാംക്ഷയും നിഷ്കളങ്കതയുമൊക്കെ നമ്മൾ വളരുന്നതോടൊപ്പം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദേവാലയം എന്ന തിരഞ്ഞെടുപ്പിൽ നിന്ന് നാം എവിടേക്കോ അകന്നു തുടങ്ങുന്നുണ്ട്. ഇന്ന് ശിമയോനെയും അന്നയെയും നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പുകളും ദേവാലയത്തിലേക്ക് മടങ്ങി വരട്ടെ. ദേവാലയത്തെ തിരഞ്ഞെടുത്ത് ഈശോയെ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. നടന്നു പോകുന്ന കുഞ്ഞിനോട് എവിടേക്ക് പോകുന്നുവെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന മറുപടി പ്രകാരമായിരുന്നു, ഈശോയുടെ വീട്ടിലേക്ക് പോകുന്നു. ആ കുഞ്ഞിൻ്റെ മറുപടി നമുക്കും വലിയൊരു തിരിച്ചറിവാണ്. ദേവാലയങ്ങളൊക്കെ ഈശോ വസിക്കുന്ന ഇടമാണ്, അല്ലെങ്കിൽ ഈശോയുടെ വീട് തന്നെയാണ്. ആ വീട്ടിലേക്ക് ചെന്നാൽ, ആ വീട്ടിൽ ചിലവഴിച്ചാൽ നമുക്കും ഈശോയെ സ്വന്തമാക്കാൻ സാധിക്കും. അന്നയ്ക്കും ശിമയോനും ഇതിന് സാധിച്ചത് ഈ ദേവാലയത്തിൽ ആയിരുന്നതുകൊണ്ട്. അതിനാൽ ഈശോയുടെ വീട്ടിലേക്ക്, ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ഈശോയെ സ്വന്തമാക്കാൻ, അങ്ങനെ ഈശോയുള്ള നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.